നെക്സ്റ്റ് ഹെഡിങ് ആണ് മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ്. മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ്. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ഇവിടുന്ന് കൺസിഡർ ദിസ് ഈസ് അവർ എർത്ത്. ഹിയർ ദിസ് ഈസ് അവർ മൂൺ. ഈ മൂണിലേക്കുള്ള ദൂരം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ കുറേയോടെ അകലെ ഇവിടെ നമ്മുടെ സൺ. ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് the large distances that consider such an example such as the distance between earth and moon, the distance between earth and sun, and also the radius of the earth. That is also be a very large parameter. Radius of the earth. The radius of the earth, distance between earth and sun, distance between earth and moon, distance between any two planets also. ഇങ്ങനെയുള്ള ലാർജ് ഡിസ്റ്റൻസുകളെ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ്. അപ്പൊ ചോദിക്കും, ലൈറ്റ് ഇയർ, ഒരു പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന, അങ്ങനെയുള്ള പല പല യൂണിറ്റുകളൊക്കെ വരുന്ന ലാർജ് ഡിസ്റ്റൻസുകളെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ്. ഇതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു പെൻസിൽ വെച്ച്, എന്നിട്ട് എൻ്റെ വലത് കണ്ണ് അടച്ചു പിടിച്ച്, മനസ്സിലായോ? ശ്രദ്ധിക്കണേ. I kept a pen in front of my face and closed my eyes. എന്നിട്ട് ഞാൻ ബോർഡ് അത് ഇവിടെയാണ്, ആ കൈയുടെ പോയിന്റ് വന്ന് ഇവിടെയാണ് ഒരു കുത്തിട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഇടത് കണ്ണടച്ച്, അപ്പോൾ ദാ ഇവിടെയാണ് ആ കുത്ത് വന്ന്, മറ്റേ പടത്തേക്ക് കയറിപ്പോയി അല്ലേ? സാരയില്ല, കണ്ടോ? അപ്പോൾ നോക്കി, ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. അവിടുന്ന് ഇങ്ങനെ ഒരു കോണാണ് എൻ്റെ കണ്ണിലേക്ക്, ഒരു ആംഗിളാണ് വന്നെ, അല്ലേ? അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് വേറൊരു കളർ കൊണ്ട് വരയ്ക്കാം. ഇതായിരുന്നു ഞാൻ എൻ്റെ പോയിന്റ് രണ്ടെണ്ണം ഓരോ കണ്ണടച്ചു പിടിച്ചപ്പം കിട്ടിയ ഡിസ്റ്റൻസ്. അത് തമ്മിലുള്ള അകലം ഇത്, അങ്ങോട്ടുള്ള ഇൻക്ലിനേഷൻ ഇത്. ബിക്കോസ് ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഐ ആം ഹിയർ. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഇത് റൈറ്റ് ഐ ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കിട്ടി, ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്തപ്പം ലെഫ്റ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടി, റൈറ്റ് ക്ലോസ് ചെയ്തപ്പം വലതുവശം ഇവിടെ കിട്ടി. ഇത് റൈറ്റ് ഐ ക്ലോസ് ചെയ്തപ്പം, ഇത് ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്തപ്പം. Closed. Okay. Then the distance between these 2 points, കണ്ടോ അല്ലേ? That is depend upon actually the distance between our eyes. ശരിയല്ലേ? ഒരു കണ്ണ് അടച്ചു വെക്കുന്നെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു കണ്ണിരിക്കുന്നത്, ഇവിടെ ഒരു കണ്ണിരിക്കുന്നത്. അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പം the distance between these two eyes is called the basis. Okay. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഫിഗർ വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനു മുമ്പ് ഞാൻ ഇത് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞാണ്. ഇനി ഇവിടെ ഒരു പോയിന്റിന്, ഇതിപ്പോൾ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് മെത്തേഡ്. എന്നാ ചെയ്യണം? ഒരു സാധനം ഇരിക്കുകയാണെങ്കിൽ ആ സാധനത്തിന് ഒരു കണ്ണ് അടച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു ആംഗിൾ അവിടെ കിട്ടും, മറ്റേ കണ്ണടച്ചുമ്പോൾ ഇപ്പുറം കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ആ ഡിസ്റ്റൻസ് വരുമ്പോഴത്തേനും നമ്മുടെ ഇത് ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സർക്കുലർ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത് തീറ്റയാണെങ്കിൽ ഇതിനെ നമ്മൾ ആർക്ക് എന്ന് വിളിക്കും. ആർക്ക് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ
or theta is equal to arc by radius. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസോ ഒബ്ജക്റ്റുകളുടെ റേഡിയസോ കണ്ടുപിടിക്കുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡിനെ we are called the parallaxal method to find out the measurement of large distances. മനസ്സിലായ സംഭവം എന്നാണ്? അവിടെ പോയി എനിക്ക് അളക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം അസ്യൂം ചെയ്യും, വേറൊരു രീതി പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇവിടെ നിന്ന് അതിനെ നോക്കാം. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എന്താ, ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റ കിട്ടും. ശരിയല്ലേ? ഇവിടെ നിന്ന് ഞാൻ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സൂര്യനെ നോക്കി. ദ സൺ നമ്മളുടെ എർത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കി. ഞാൻ എർത്തിന്റെ ഇവിടെ ചെന്നേച്ച് ഇതിനെ നോക്കിയാലും എന്ത് കിട്ടും? ഈ ഒരു ഇൻക്ലിനേഷൻ തീറ്റ കിട്ടും. ഈ നടുക്കത്തെ ആംഗിൾ, ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ തീറ്റയും കൂട്ടുന്നതാണ്. രണ്ട് പാരലൽ ലൈൻസിനെ when we cut two parallel lines each other, then the opposite angles are, അല്ലെങ്കിൽ ഇത് അനുപൂര കോൺ, ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തീറ്റ വരും, 2θ എന്ന് കിട്ടും. മനസ്സിലായോ? ആ 2θ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആർക്ക് ബൈ റേഡിയസ് വെച്ചുകൊണ്ട് ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി ദ റേഡിയസ് ഓഫ് ദ സൺ. അല്ലെ, ഇവിടെ നിന്ന് ഈ അരികിലോട്ട് നോക്കിയാൽ മതി. ഈ വശം നോക്കുക, ഇവിടെ നിന്ന് തന്നെ ചെയ്യുക, ഈ വശത്തേക്ക് നോക്കുക. അപ്പം നമുക്ക് ഇതിനിടയ്ക്കുള്ള ആംഗിൾ കിട്ടിയാലേ. മനസ്സിലായോ? അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടുന്ന ബേസിസ് എടുത്തു കഴിഞ്ഞാൽ, ആർക്ക് ബൈ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ, ഈ റേഡിയസ് ഇവിടെ കിട്ടുന്ന ഈ സർക്കിളിൻ്റെ ഈ ആർക്ക് ബൈ ഈ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ based upon or to find out the large distance between any two body, and it can be calculated by parallax method. ആ ഒരു മെത്തേഡിന്റെ പേര് പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ലാർജ് ഡിസ്റ്റൻസുകളെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. നമ്മളിങ്ങനെ ഒരു പെൻസിൽ മുമ്പിൽ പിടിക്കുക, ഒരു കണ്ണ് അടച്ചു പിടിക്കുക, ഒരു പോയിന്റ് കിട്ടും. മറ്റേ കണ്ണ് അടച്ചു പിടിക്കുക, അപ്പം നമുക്ക് അനദർ പോയിന്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ആ വ്യത്യാസം വരികയല്ലേ? ഹലോ, നോട്ടീസ് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദ പെൻസിൽ ഈസ് ചേഞ്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് ഓഫ് ദ വാൾ. ദിസ് ഈസ് കോൾഡ് ആക്ച്വലി ദ പാരലാക്സ്. ശരിയല്ലേ? ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പം എൻ്റെ ഇവിടെയാണ് പെൻസിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ ഇവിടെ കിട്ടും, ഒരു കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ ഇവിടെയാണെന്നും പറയും, അല്ലേ? അപ്പം ദ റിയൽ പൊസിഷൻ ഓഫ് ദ പെൻസിൽ ഈസ് ചേഞ്ച്ഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ലൈക്ക്. ഇത്രയും ഡിസ്റ്റൻസ് വേരി ചെയ്യും. ഈ ഡിസ്റ്റൻസ് ഓഫ് വേരിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരലാക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അതങ്ങനെ അധികം ചോദിക്കാറില്ല, പക്ഷെ സിമ്പിളുമാണ്. എഴുതിയെടുക്കാവോ? ഫസ്റ്റ് പോയിന്റ് പാരലാക്സ് മെത്തേഡ്. Parallax method. It is a method used to find out large distances, like the distance between sun and moon, the distance between sun and earth, the distance between planets, the radius of the earth, moon, planet, sun, etc. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാരലാക്സ് മെത്തേഡാണ്. എന്താണ് പാരലാക്സ് മെത്തേഡ് എന്ന് സിംപിളി ഞാൻ പറഞ്ഞതാണ്. ഒരു പെൻസില് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പം ഒരു കണ്ണടയ്ക്കുവാണെങ്കിൽ, നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ച് നോക്കി, ഒരു കണ്ണടയ്ക്കുവാണെങ്കിൽ അതൊരു വേറെ ഒരു പോയിന്റ് കിട്ടും, മറ്റേ കണ്ണടയ്ക്കുവാണെങ്കിൽ അത് എനിക്കിത് ഇവിടെയാണ് കിട്ടണം. ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ നോക്കി, ആ റിലേറ്റീവ് പൊസിഷന് അത്രയും വ്യത്യാസമാണ്. അതിനെ നമ്മൾ പാരലാക്സ് എന്ന് വിളിക്കും. ഇപ്പൊ നമുക്ക് എന്നാ ചെയ്യാം? നമ്മളുടെ ശരിക്കും പെൻസിൽ ഇരുന്നിടത്തോട്ട് ഇങ്ങനെ ഒരു തീറ്റ വരച്ചു കഴിഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് വെച്ചിട്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കാം.
ഏതാണ്? ആർക്ക് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓർ തീറ്റ. ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ചോദ്യം ഞാൻ ഒരെണ്ണം തരാം. റേഡിയസ് ഓഫ് ദ മൂൺ ഞാൻ ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇച്ചിരി നന്നായിട്ട് ശ്രദ്ധിക്കുകയും. ഇതാണ് എൻ്റെ മൂൺ. അപ്പം മൂണിൻ്റെ റേഡിയസ് ഞാൻ ഭൂമിയിൽ നിന്നാണ് കാണുന്നത്, അല്ലെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് എ ലൈൻ ഇൻ അവർ എർത്ത്. ഭൂമിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഞാൻ ആദ്യം ഇവിടെ ഒരു ഫസ്റ്റ് പോയിന്റിൽ വന്നു. ഈ പോയിന്റിൽ നിന്ന് മൂണിലേക്ക് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇതിലേ നോക്കി ഇവിടെ എത്തണം കേട്ടോ. അങ്ങനെ വേണേൽ അങ്ങനെ വരച്ചോ. ഈ അരികിലോട്ട് നോക്കണം. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റിയല്ല. അപ്പം നമ്മൾ തന്നെ ഈ മൂണിലേക്ക് തന്നെ നോക്കും, ചന്ദ്രനിലോട്ട് നോക്കും. ഞാനിങ്ങനെ വരച്ചേക്കാം. മൂണിൻ്റെ സെൻറ്ററിലോട്ട് നോക്കി. അപ്പം നോക്കിയേ, ഇതുപോലെ തന്നെ ഇതേ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണോ അതേ ഡിസ്റ്റൻസ് എനിക്ക് ഇപ്പറേ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എനിക്ക് മൂണിലോട്ട് കൃത്യമായിട്ട് നോക്കാം. ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ദിസ് ഈസ് സെക്കൻഡ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഇത് മൂണിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ. ഇനി ഞാൻ പറയുന്നത്, ഇവിടുന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം അല്ലേ? ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് നേരെ ഒരു ലംബം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ എനിക്ക് എന്നാണ്, നേരെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആംഗിള് ഞാനിപ്പം θ1 എടുത്ത്, ഇവിടെ കിട്ടുന്ന ആംഗിളിനെ θ2 എടുത്തു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ സാധനത്തിന് ഇങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ? ഇതിന്റെ നടുക്കോടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പം ഈ രണ്ട് ആംഗിളുടെ പേരെന്നാ? മലയാളത്തിൽ അനുപൂരക കോണുകൾ എന്ന് പറയും. ഈ ആംഗിൾ θ1 ആണെങ്കിൽ ഈ ആംഗിളും θ1 ആയിരിക്കും. ഈ ആംഗിൾ θ2 ആണെങ്കിൽ ഈ ആംഗിളും θ2 ആയിരിക്കും. പഠിച്ചതാണോ മാത്സിൽ 10ൽ? കുറേ എണ്ണം പഠിച്ചിട്ടുള്ള. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേന് ഒരെണ്ണത്തിന്റെ ഔട്ട് സൈഡ് ഇന്നർ ആംഗിൾ ആണ്, കൂട്ടുമ്പോഴത്തേന് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇത് θ1 ആണെങ്കിൽ ഇതും θ1 ആയിരിക്കും. ഇത് θ2 ആണ്, ഇതും θ2 ആയിരിക്കും. ഞാൻ ഇതിനെ രണ്ടിനോടെ കൂട്ടി കോമൺ ആയിട്ട് തീറ്റ എന്ന് എഴുതും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലോ. ഇനി ഇതാണ് നമ്മുടെ ആർക്ക് അല്ലേ? ദിസ് ഈസ് അവർ ആർക്ക് അല്ലേ? ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ്, ഇത് റേഡിയസ് ആകും. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പം എനിക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ചന്ദ്രനിലേക്കുള്ള അകലമാണെന്ന് ഇരിക്കട്ടെ. ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഈ ദൂരം എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ദിസ് ഈസ്, ഞാനിപ്പോൾ ക്യാപിറ്റൽ ആറിന്, ഈ ഡിസ്റ്റൻസിനെ കേട്ടോ, ഈ മൊത്തം നീളത്തിനെ ഞാൻ ക്യാപിറ്റൽ ആറിന് എടുത്ത്, ഈ ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്നെടുത്ത്. ഈ ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഭൂമിയുടെ ഇപ്പം ഇവിടെ നിന്നും വേറൊരു രാജ്യത്ത് നിന്നോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലയിടത്ത് ഇത് ഒബ്സർവേഷൻ, ആൾ മാറി നിൽക്കുമല്ലേ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിവിടെ ഒരു ടെലിസ്കോപ്പ് വെച്ച് നോക്കുന്നു, ഇവിടെ ഒരു ടെലിസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, കാണുന്ന ആംഗിൾ എടുത്താൽ മതി. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡി എനിക്കറിയാം. അപ്പം ടോട്ടൽ ആംഗിൾ നോക്കിയേ, ഇപ്പം ആർക്ക് ബൈ റേഡിയസ്, ആർക്ക് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? θ1 പ്ലസ് θ2. അത് എളുപ്പമാണ്. നമ്മൾ രണ്ടും നിൽക്കുന്നതിൻ്റെ നടുക്കൊരു പോയിന്റ് കണ്ടുപിടിച്ചാൽ അങ്ങോട്ടുണ്ടാക്കിയ ആംഗിൾ എടുക്കുക, ഈ ആംഗിൾ എടുക്കുക, ഈ രണ്ടോടെ കൂട്ടിയെടുക്കുക. അപ്പോൾ തീറ്റ നമുക്ക് അറിയാലോ. തീറ്റ നമുക്കറിയാം, ഡി നമുക്കറിയാം. അപ്പോൾ ശരിക്കും എന്നാണ്?
ആർക്ക് ബൈ, അപ്പൊ ഡി ബൈ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു തീറ്റ അല്ലേ? ആർക്ക് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു തീറ്റ. അതിനകത്ത് ഡി എനിക്കറിയാം, തീറ്റ എനിക്കറിയാമെങ്കിൽ ആർ കണ്ടുപിടിക്കാൻ പറ്റിയല്ലേ? ആർ ഈക്വൽ ടു ഡി ബൈ തീറ്റ ഓർ ഡി ബൈ തീറ്റ 1 പ്ലസ് തീറ്റ 2. അങ്ങനെ എനിക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം വളരെ കൃത്യമായി കണ്ടുപിടിക്കാൻ പഠിച്ചു. കണ്ടോ ഒരു എക്സാമ്പിൾ ചെയ്തപ്പം? എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുമെന്ന്. ഇനി ഇറ്റ്സ് വെരി സിമ്പിൾ. രണ്ട് സ്ഥലത്ത് രണ്ട് ഒബ്സർവേറ്ററിയോ നമുക്ക് നോക്കാനുള്ള രണ്ട് ബൈനോക്കുലറോ രണ്ട് ടെലസ്കോപ്പോ ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ചന്ദ്രന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കും. ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ ആംഗിൾ കിട്ടും. ആ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് രണ്ട് പാരലൽ ലൈൻസ് അല്ലേ? ദിസ് ലൈൻ, ഇതിവിടെ ഒരു പാരലൽ ലൈനാണ്, ഇതൊരു പാരലൽ ലൈനാണ്. ഈ പാരലൽ ലൈനെ ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ, സോറി, ഇങ്ങനെ ഒരെണ്ണം കട്ട്, ഈ രണ്ട് പാരലൈൻ എടുത്ത് അപ്പൊ ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്യുക. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും. ഇതിങ്ങനെ നീട്ടിയോടെ വേണം വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും. ഇതുപോലെ ഇത് രണ്ടും പാരലൈനാണ്. അപ്പൊ ഈ ആംഗിൾ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഈ ആംഗിൾ തുല്യമാണ്. അത് മൊത്തം കൂട്ടി കഴിയുമ്പം ടോട്ടൽ ആംഗിൾ കിട്ടും. ആ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി. എന്തെങ്കിലും സംശയമുണ്ടോ? ഹലോ, വളരെ എളുപ്പമല്ലേ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ? ഈ മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ്. ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ or it is used to find out the distance between large objects or large distance കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. such as the radius of the planet, the distance between planets, the distance between sun and moon, etc. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നു. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾക്ക് ഇന്ന് തന്നെ തുടങ്ങാവുന്നതുമാണ്. ഓക്കെ, നിങ്ങളിത് എഴുതിയെടുത്തിട്ട് പറയുകയാണെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ഒന്നുകൂടി ആരംഭിക്കാം. എഴുതി കഴിയുമ്പം പറ കേട്ടോ. പാരലാക്സ് മെത്തേഡ് എക്സാമ്പിൾ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം ആയിരിക്കും. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത്. അത് ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പം മൂണിന്റെ റേഡിയസ് കാണാൻ ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം. അത് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിളുകൾ എനിക്ക് തോന്നുന്നു നോട്ടായിട്ടൊക്കെ എഴുതി തരേണ്ടത് കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന എക്സാമ്പിൾ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതായിരിക്കും എഴുതി തരുന്നത്. ഇതാണ് എഴുതി തരുന്നതെങ്കിൽ ചിലപ്പം ചുമ്മാ പടം വരച്ചേച്ച് കാര്യം എഴുതുകയുള്ളൂ. അപ്പം ഇങ്ങനെ ആർക്ക് ബൈ റേഡിയസ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അതിനുവേണ്ടി ഞാനങ്ങ് പ്രൂവ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ബിക്കോസ് ഞാൻ ഉപയോഗിച്ച് നേരത്തെ ഒരു നോട്ട്ബുക്കാണ്, പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നൊരു കുട്ടിയുടെ നോട്ട്ബുക്കാണ് എൻ്റെ കയ്യിൽ. അതിലത് ഡിറൈവ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് പടം വരച്ചിട്ട് ബൈ ആർക്ക് ബൈ റേഡിയസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് ഓർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ മൂൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് വരച്ചെഴുതി എടുത്തോളാവോ? നല്ലതാണ്, ആവശ്യം വരും. ഓക്കെ.